Hi all, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് റെസീറ്റ് ആൻഡ് ഡെലിവറി നോട്ട് വൗച്ചേഴ്സ് ആണ്. ഈ രണ്ട് വൗച്ചേഴ്സും ഇൻവെൻട്രി വൗച്ചേഴ്സിൽ വരുന്നതാണ്. അതിപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് വൗച്ചേഴ്സും റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ഈ രണ്ട് വൗച്ചേഴ്സും കൊണ്ട് മീൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ടാലി പ്രൈം ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ ഞാനിവിടെ മാത്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനി ടാലി പ്രൈമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റെസിപ്റ്റ് നോട്ടും ഡെലിവറി നോട്ടും ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ തന്നെ റെസിപ്റ്റ് നോട്ട് എന്താണെന്നുള്ളത് പറയാം. റെസിപ്റ്റ് നോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും ഗുഡ്സ് റിസീവ് ചെയ്യുന്നു വിത്തൗട്ട് ബിൽ. അപ്പോൾ റെസിപ്റ്റ് നോട്ടും പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ്, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ബില്ലോട് കൂടിയാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്നത്. അതേസമയം റെസിപ്റ്റ് നോട്ട് ചെയ്യുന്നത് നമ്മൾ ബില്ലില്ലാതെ ഗുഡ്സ് മാത്രം റിസീവ് ചെയ്യുന്ന സിറ്റുവേഷനിലായിരിക്കും റെസിപ്റ്റ് നോട്ട് വൗച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ തമ്മിൽ ഒരു മെയിൻ ഡിഫറൻസ് പറയാമെന്ന് വെച്ചാൽ റെസിപ്റ്റ് നോട്ടിൽ നമുക്ക് ഇൻവെൻട്രി മാത്രമായിരിക്കും നമുക്ക് അപ്ഡേറ്റ് ആകുന്നത്. അതേസമയം ഫിനാൻസ് നമുക്ക് അപ്ഡേറ്റ് ആകില്ല. അതേസമയം പർച്ചേസ് ചെയ്യുമ്പോൾ ഫിനാൻസ് ആൻഡ് ഇൻവെൻട്രി രണ്ടും തന്നെ നമുക്ക് അപ്ഡേറ്റ് ആകും. അപ്പോൾ ഞാനത് ചെയ്യുന്ന റെസിപ്റ്റ് നോട്ട് വൗച്ചറിലോട്ട് പോകുന്നതിന് മുന്നേ, ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം ഞാൻ ഇൻവെൻറ്ററി റിപ്പോർട്ടും ഫിനാൻസ് റിപ്പോർട്ട്, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏതെങ്കിലും ഒരു റിപ്പോർട്ട്, നമ്മുടെ ഫിനാൻസ് കാണിക്കുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞ് റെസിപ്റ്റ് വൗച്ചർ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് കാണിക്കുമ്പോൾ അതിൽ വരുന്ന ഡിഫറൻസ് എന്താണ്, എവിടെ നമുക്ക് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, എവിടെ അപ്ഡേഷൻ വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ സ്റ്റോക്ക് സമ്മറി ഒന്ന് എടുത്ത് കാണിക്കാം. സ്റ്റോക്ക് സമ്മറി. അപ്പോൾ ഇതിലെ എക്സാമ്പിളായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് റെസിപ്റ്റ് നോട്ട് വൗച്ചർ ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന സ്റ്റോക്കിന് കഴിഞ്ഞ വീഡിയോയിൽ പർച്ചേസ് ഓർഡർ സെയിൽ ഓർഡർ ചെയ്തപ്പോൾ ഒരു ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിക്ക്. ലാപ്ടോപ്പ് ബാറ്ററിയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഓർഡറിന് എഗെയിൻസ്റ്റ് ആണ് റിസീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റിസീവ് ചെയ്യുന്നെങ്കിൽ ചെയ്യാമല്ലോ, അതെങ്കിലും ഓർഡർ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിന്. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്നു. ഓർഡറിന് എഗെയിൻസ്റ്റ് റിസീവ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററി ഇപ്പം നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് പെരിഫറൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് സ്റ്റോക്ക് സമ്മറിക്കകത്ത്. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കാം. അപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററി 375 ആണ് നമുക്ക് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 375 ആണ്. അപ്പോൾ ആഫ്റ്റർ റെസിപ്റ്റ് നോട്ട് എങ്ങനെയാണ് നമുക്ക് അതിൽ ക്വാണ്ടിറ്റി അപ്ഡേഷൻ ആകുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫിനാൻസ് റിപ്പോർട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതെന്ന് പറയുന്നത് പ്രൈം ട്രേഡേഴ്സിന് ഓൾറെഡി പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈം ട്രേഡേഴ്സ് നമുക്ക് സാധനം ഡെലിവർ ചെയ്യുവാണ്, നമ്മൾ റിസീവ് ചെയ്യുവാണ്. ബട്ട് പ്രൈം ട്രേഡേഴ്സിൻ്റെ മാത്രം റിപ്പോർട്ട് ഞാനൊന്ന് എടുക്കാം. ഇപ്പോൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോയി അക്കൗണ്ട്സ് ബുക്സ് എടുക്കുക, അതിനകത്ത് ലെഡ്ജർ എടുക്കുന്നു, അതിനകത്ത് പ്രൈം ട്രേഡേഴ്സ് എന്ന് എടുത്തു. പ്രൈം ട്രേഡേഴ്സ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവിടെ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് മുതലേ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 1/4/2021 വേഴ്സ് ഞാൻ കാണിക്കുവാണ്. ഫുൾ ഫിനാൻഷ്യൽ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എൻട്രി ഒന്നും വന്നിട്ടില്ല ഉണ്ടോ. ദാറ്റ് മീൻസ് നമുക്ക് ഫിനാൻഷ്യലി പർച്ചേസ് ഓർഡർ ചെയ്തപ്പോഴും അതിലൊന്നും വന്നിട്ടില്ല. പർച്ചേസ് ഓർഡർ ആയാലും അതുപോലെ പർച്ചേസ് ഓർഡർ നമുക്ക് ഫിനാൻഷ്യലി അഫക്റ്റ് ചെയ്യില്ല, അതുപോലെ ഇൻവെൻട്രി അഫക്റ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് ഒരു ജസ്റ്റ് ഓർഡർ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യലി ഇപ്പോഴും ഒന്നുമില്ല. അപ്പോൾ ഞാൻ റിസീപ്റ്റ് നോട്ട് ചെയ്തതിന് ശേഷം ഇതേ റിപ്പോർട്ട് പ്രൈം ട്രേഡേഴ്സിൻ്റെ റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നതായിരിക്കും, സ്റ്റോക്ക് സമ്മറി എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇനി ഞാൻ റെസിപ്റ്റ് വൗച്ചർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൗച്ചറിൽ പോകാം. ഞാൻ ട്രാൻസാക്ഷനകത്ത് വൗച്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ടു ബട്ടണിനകത്ത് ക്രിയേറ്റ് വൗച്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഞാൻ വൗച്ചേഴ്സ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഉണ്ടാവില്ല, അതിന് വേണ്ട അപ്പോൾ അതർ വൗച്ചേഴ്സ് എടുക്കുക. അതർ വൗച്ചേഴ്സിനകത്ത് ആക്ച്വലി ഈ റെസിപ്റ്റ് നോട്ട് ഡെലിവറി നോട്ട് ഇൻവെൻട്രി വൗച്ചേഴ്സിൽ വരുന്നതാണ്. കാരണം ഇൻവെൻട്രി അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻവെൻട്രി വൗച്ചേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻവെൻട്രി വൗച്ചേഴ്സിനകത്തും ഇല്ല, അതായത് നമുക്ക് ആക്റ്റീവ് അല്ല, അതിനെ ആക്റ്റീവ് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോ ഇനാക്റ്റീവ് എടുക്കുക. ഷോ ഇനാക്റ്റീവ് എടുത്തിട്ട് ഇതിനകത്ത് റെസിപ്റ്റ് നോട്ട് വൗച്ചർ ഉണ്ട് ഇൻവെൻട്രി വൗച്ചേഴ്സിനകത്ത്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആക്റ്റീവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്, എസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് നോട്ട് വൗച്ചർ ഇനേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി റെസിപ്റ്റ് നോട്ട് വൗച്ചറിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. 1/8/2020 ഒരു ഡേറ്റ് കൊടുത്തു. പാർട്ടി എന്ന് പറയുന്നത് പ്രൈം ട്രേഡേഴ്സാണ്. പ്രൈം ട്രേഡേഴ്സ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഓർഡർ, നമ്മുടെ പ്രൈം ട്രേഡേഴ്സിനകത്ത് എന്തൊക്കെ ഓർഡേഴ്സാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് അത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇല്ല നിങ്ങൾ ഓർഡറിന് എഗെയിൻസ്റ്റ് അല്ല, ഡയറക്റ്റ്ലി റിസീവ് ചെയ്യുകയാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 01 ആണ് നമ്മുടെ ഓർഡർ നമ്പർ. സോ അതുകൊണ്ട് തന്നെ 01 സെലക്ട് ചെയ്തു, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽ, കാരണം ഓർഡർ ഉണ്ടായിരുന്നു, പ്രൈം ട്രേഡേഴ്സിൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് ബാറ്ററി 50 വെച്ച് 2000 രൂപ വെച്ച്. നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മളതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡറിന് അഗെയിൻസ്റ്റ് അല്ല ചെയ്യുന്നതെങ്കിൽ നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് പാർട്ടി കൊടുക്കുക, പർച്ചേസ് ലെഡ്ജർ ഏതാണെന്ന് കൊടുക്കുക, ഐറ്റം കാണിക്കുക, ക്വാണ്ടിറ്റി, റേറ്റ്, ഇത്രയും കാര്യങ്ങൾ കാണിച്ച്
നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ട്രാക്കിംഗ് നമ്പർ ചോദിക്കും. ട്രാക്കിംഗ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ ഫ്യൂച്ചർ ഈ ഏത് റെസീറ്റ് നോട്ടിന് എഗെയിൻസ്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഒന്നുകിൽ പുതിയ നമ്പർ വേണമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കുക. ഞാനിവിടെ 1 കൊടുക്കുവാണ്. ഓർഡർ നമ്പർ 01 ആണ് നമ്മുടെ ഓർഡർ നമ്പർ. അത് കൺഫേം ചെയ്യുക. ദെൻ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുന്നു. നമുക്കിനി സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെസിപ്റ്റ് നോട്ട് വൗച്ചർ വരുന്നത്. അപ്പോൾ ഞാനിനി സേവ് ചെയ്യാൻ പോവാണ്. കൺട്രോൾ A കൊടുത്ത് സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റെസിപ്റ്റ് നോട്ട് വൗച്ചർ സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞതനുസരിച്ച് ആദ്യം നമുക്ക് സ്റ്റോക്ക് സമ്മറി കാണിക്കാം. അപ്പോൾ ഇൻവെൻറ്ററി അത് എഫക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോക്ക് സമ്മറിയിൽ ലാപ്ടോപ്പ് പെരിഫറൽസിൽ ലാപ്ടോപ്പ് ബാറ്ററി കണ്ടോ, നേരത്തെ 375 ആയിരുന്നു, ഇപ്പോൾ 425 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ, നമ്മുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ഇൻവെൻറ്ററി അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫിനാൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഫിനാൻസ് എഫക്റ്റ് ചെയ്ത് നോക്കാൻ ഡിസ്പ്ലേ മോർ അക്കൗണ്ട്സിൽ അക്കൗണ്ട് ബുക്സ് എടുത്തു. ലെജർ വൈസാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലെജർ വൈസ് നോക്കുവാണ്, പ്രൈം ട്രേഡേഴ്സ് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ കണ്ടോ നമുക്ക് ഇപ്പോഴും ട്രാൻസാക്ഷൻ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഫുൾ പീരീഡ് കൊടുക്കുവാണ്, ഓൾട്ട് F2 കൊടുത്തിട്ട്. അപ്പോൾ ഒന്നും തന്നെ അപ്പോൾ ഫിനാൻസിനെ ഇപ്പോഴും അഫക്റ്റ് ചെയ്തില്ല. അതേസമയം ഇൻവെൻറ്ററി അപ്ഡേഷൻ നടന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ നമ്മുടെ അക്കൗണ്ട്സിൽ അപ്ഡേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും ഡെലിവറി നോട്ടിൽ. അപ്പോൾ ഞാൻ അടുത്തിന് ഡെലിവറി നോട്ട് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഡെലിവറി നോട്ടും സെയിം വൗച്ചേഴ്സിനകത്ത് പോകുന്നു. ഡെലിവറി നോട്ട് നമുക്ക് ഡിസേബിൾ ആയിട്ടാണ് എനിക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതർ വൗച്ചേഴ്സിൽ പോകുന്നു. അതർ വൗച്ചേഴ്സിനകത്ത് ഷോ ഇനാക്റ്റീവ് എടുക്കുവാണ്. ഷോ ഇനാക്റ്റീവിനകത്ത് ഡെലിവറി നോട്ട് എടുത്തു. ആക്റ്റീവ് കൊടുക്കുക, എസ് കൊടുക്കുക. ആക്റ്റീവ് എസ് ആക്കി കഴിഞ്ഞാൽ ഡെലിവറി നോട്ട് നമ്മുടെ ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെൻറ്ററി എഫക്റ്റ് ചെയ്യും, അതേസമയം ഫിനാൻസിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഡെലിവറി നോട്ട് എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറിന് സാധനം ഡെലിവർ ചെയ്യുന്നു വിത്തൗട്ട് ബില്ലില്ലാതെ ഡെലിവർ ചെയ്യുന്നു. അപ്പോൾ സെയിൽസ് എന്താണെന്ന് വെച്ചാൽ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ സാധനം ഡെലിവർ ചെയ്യുന്നു, അതോടൊപ്പം ബില്ലിങ് കൂടെ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ബില്ലിങ് ചെയ്യുന്നില്ല, ബില്ല് ഇഷ്യൂ ചെയ്യുന്നില്ല, ജസ്റ്റ് സാധനം മാത്രം ഡെലിവറി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഡെലിവറി നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഇൻവെൻറ്ററി മാത്രമായിരിക്കും എഫക്റ്റ് ചെയ്യുക, നമ്മുടെ ഫിനാൻസിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതൊന്ന് കാണിക്കാം, അതും ഈ റിപ്പോർട്ടൊന്ന് കാണിക്കാം. ഇവിടെ ഞാൻ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻട്രി എന്ന് പറയുന്നത് LCD 40-inch TV ഒരു ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് സെയിൽ ഓർഡർ ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഓർഡർ തന്നു, അത് ഞാനിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെയിൽ ഓർഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാം. നമുക്കുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പോർട്ട് എടുക്കുവാണ്. സ്റ്റോക്ക് സമ്മറി നമുക്ക് ചെയ്യേണ്ട ടെലിവിഷനാണ്. ടെലിവിഷനകത്ത് LCD 40-inch TV ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ LCD 40-inch TV നമുക്ക് ഇപ്പോൾ 25 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഡെലിവർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ പാർട്ടി എന്ന് പറയുന്ന ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ് നമ്മുടെ കസ്റ്റമർ സൺട്രി ഡെപ്റ്റ്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ബുക്സിനകത്ത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് കണ്ടോ. അപ്പോൾ അവിടെയും നമുക്ക് ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല, ഇപ്പോഴും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി നോട്ട് ഉണ്ടാവില്ല, കാരണം അത് നമ്മുടെ ഫിനാൻസിനെ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടിൽ ഒന്നും തന്നെ കാണുന്നില്ല. ഇനി ഞാൻ ഒന്ന് വൗച്ചർ ചെയ്ത് കാണിക്കാം. ഡെലിവറി നോട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെലിവറി നോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിൾ വെച്ച് ഗ്ലോബൽ എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്യുമ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ഓർഡർ, അപ്പോൾ ഈ ഒരു ഓർഡറിന് എഗെയിൻസ്റ്റാണ് ചെയ്യുന്നത്. SO/01 സെലക്ട് ചെയ്യുന്നു, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുന്നു, ബാക്കി സ്കിപ്പ് ചെയ്യുക. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓർഡർ എഗെയിൻസ്റ്റ് അല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ടി അക്കൗണ്ട് നെയിമിൽ അക്കൗണ്ട് പേര് കൊടുക്കുക, സെയിൽസ് ലെജറിൽ സെയിൽസ് കൊടുക്കുക, പിന്നെ ഐറ്റം ക്വാണ്ടിറ്റി റേറ്റ് കാണിക്കുക. അപ്പോൾ ഐറ്റം ക്വാണ്ടിറ്റി റേറ്റ് നമുക്ക് വന്നതിന് കാരണം ഞാൻ പ്രീവിയസ് വീഡിയോയിൽ സെയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സെയിം പാർട്ടിക്ക്. അപ്പോൾ ആ ഒരു സെയിൽ ഓർഡറിൽ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്യുക. ട്രാക്കിംഗ് നമ്പർ ഞാൻ 1 തന്നെ കൊടുക്കുവാണ്, ഓർഡർ നമ്പർ കൊടുത്തു, ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അപ്പോൾ ഗോഡൗൺ ഒക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഗോഡൗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെലിവറി നോട്ടും സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റോക്ക് സമ്മറി ഒന്ന് എടുക്കാം. സ്റ്റോക്ക് സമ്മറി അതിനകത്ത് ഏതായിരുന്നു, ടെലിവിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് LED 40-inch TV ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം
നമ്മുടെ ബാലൻസ് ഇപ്പോൾ 15 ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് 25 ആയിരുന്നു, ഇപ്പോൾ 15 ആയത്. നമുക്ക് നമ്മൾ ഡെലിവറി ചെയ്തപ്പോൾ സ്റ്റോക്ക് അവിടെ കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇൻവെൻറ്ററി അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിനാൻസ് ഇപ്പോഴും നടന്നിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ബുക്സ് എടുക്കുക, ഇതിനകത്തെ ലെഡ്ജർ എടുക്കുന്നു. ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഞാൻ ഓൾട്ട് F2 കൊടുത്ത് പീരീഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയുള്ളതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് എന്ത് എൻട്രി ഉണ്ടെങ്കിലും അതിൽ വരും. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് കൊടുക്കാം. ഫുള്ള് കൊടുത്താലും വരില്ല കണ്ടോ. അപ്പോൾ നമുക്ക് ഫിനാൻസിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്റ്റ് വൗച്ചറും റെസിപ്റ്റ് നോട്ട് വൗച്ചർ ആൻഡ് ഡെലിവറി നോട്ട് വൗച്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സസൈസിലോട്ട് പോവാം. എക്സസൈസ് നമ്മളൊക്കെ പഴയ കമ്പനി തന്നെയാണ്. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, എല്ലാം ഓൾറെഡി എല്ലാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കമ്പനി ഓപ്പൺ ചെയ്തെടുക്കുക. സിൽവർ ലൈൻ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി 2 എണ്ണമാണ് റെസിപ്റ്റ് നോട്ട്. അതും ഇതുപോലെ തന്നെ ഞാൻ എഗെയിൻസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻസ്റ്റ് ഓർഡർ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സസൈസിൽ ഒരു പർച്ചേസ് ഓർഡറും സെയിൽ ഓർഡറും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എഗെയിൻസ്റ്റ് ആണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇല്ല നിങ്ങൾ ഓർഡറൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കൊടുത്ത് നോക്കാം. അപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. അത് ഓർഡർ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ചോദിക്കുള്ളൂ. ഓർഡർ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പാർട്ടി കൊടുത്തിട്ട് ഡീറ്റെയിൽസ്, അതായത് പർച്ചേസ് അക്കൗണ്ട്, അപ്പോൾ റെസിപ്റ്റ് നോട്ട് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക, സ്റ്റോക്ക് കൊടുക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക, റേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഡെലിവറി നോട്ട് കൊടുക്കുമ്പോൾ പാർട്ടി കൊടുക്കുക, അതുപോലെ തന്നെ സെയിൽ അക്കൗണ്ട് കൊടുക്കുക, ഐറ്റം, ക്വാണ്ടിറ്റി, റേറ്റ്, ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് വിത്തൗട്ട് ഓർഡറും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ല ഓർഡറിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.